ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകയിരം നക്ഷത്രത്തിൽ പിറന്നവരുടെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് പൊതുവായ ഫലമാണ് മകയിരം നക്ഷത്രക്കാരുടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. മകയിരം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലരൊക്കെ അന്യദേശത്ത് സ്ഥിര താമസത്തിനുള്ള യോഗം കാണുന്നു. വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്കും അല്ലെങ്കിൽ അവിടെ സ്ഥിര താമസം ആഗ്രഹിച്ചിരുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ്. അവിടുത്തെ പേപ്പർ വർക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുന്നതാണ്. അങ്ങോട്ട് ചെല്ലാനോ അല്ലെങ്കിൽ അവിടെ സ്ഥിരതാമസത്തിന് അപേക്ഷിച്ചവർക്ക് സ്ഥിരതാമസത്തിനുള്ള സൗകര്യമൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കോടതി കേസുകളിലൊക്കെ വിജയപ്രതീക്ഷ നൽകുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ചില മകയിരം നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാൽ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. അതിന് വഴി ഒരുക്കും. നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് ഉയരാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണും. നിങ്ങൾ എന്താണോ ഭാവിയെക്കുറിച്ച് സങ്കല്പിച്ചിരുന്നത് ആ റേഞ്ചിലേക്ക് ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ബേസിക് ചവിട്ടുപടികളൊക്കെ തുടങ്ങി വെക്കാനുള്ള സാഹചര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഊഹക്കച്ചവടത്തിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ല കാര്യമായിരിക്കും. എടുത്തു പറയേണ്ടത് നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. എന്താ വെച്ചാൽ അനാരോഗ്യം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ സൂക്ഷിച്ച് കണ്ട് ചെയ്യുക. ചെറിയ എന്താ പറയുക അസുഖങ്ങൾ കണ്ടാൽ തന്നെ നല്ലൊരു ഡോക്ടറുടെ വിദഗ്ധമായ ചികിത്സയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. കഴിയാവുന്നതും സ്വയം ചികിത്സ ചെയ്യരുത്. അത് ദോഷത്തിന് ചെന്ന് കലാശിക്കുന്നതാണ്. നിങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ഗുണകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരോഗ്യകാര്യത്തിലും ഭാവിയിലൊക്കെ ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഓരോ ചൂടും സൂക്ഷിച്ച് വെക്കുക എന്നൊക്കെ കേട്ടില്ലേ, ആ രീതിയിൽ പോവുക. നിങ്ങളുടെ സഹകരണ മനോഭാവം, ലക്ഷ്യബോധത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനമൊക്കെ എന്താ പറയുക സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കുന്നതാണ്. എന്നുവെച്ചാൽ കുറേ കൂടി ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾ ലക്ഷ്യബോധം ഒക്കെ ഒന്ന് നല്ലോണം അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു എല്ലാ കാര്യങ്ങളിലും ഒരു വിജയ പ്രതീക്ഷ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നതാണ്. കൂടെ നിൽക്കുന്നവരൊക്കെ എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളെ തള്ളിപ്പറയുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു. അത് മനോവിഷമൊക്കെ ഉണ്ടാവും. അങ്ങനെ കൊളീഗ്സൊക്കെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബന്ധുജനങ്ങളൊക്കെ നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തള്ളിപ്പറയും. എന്നാൽ നിങ്ങളുടെ ഭാഗ്യ നക്ഷത്രങ്ങളുടെയൊക്കെ സ്ഥിതി അനുകൂലമാണ്. അതിനാൽ വിഷമഘട്ടങ്ങളെയൊക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം അതിജീവിക്കാനുള്ളൊരു മനോബലം ദൈവമായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നൊരു സമയമാണ്. നാനാതുറകളിൽ നിന്നും പല രീതിയിലുള്ള സഹായങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഏറ്റെടുത്ത ജോലികളൊക്കെ പലതും പൂർണ്ണതയിലെത്തിക്കാൻ പറ്റുന്നൊരു സമയമാണ്. എന്നാൽ യുക്തിക്ക് നിരക്കാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ട സാഹചര്യം വരുന്നൊരു സമയം കൂടിയാണ്. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾ വിദേശ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് വളരെ ഗുണകരമായ സമയമാണ്. അതിനുള്ള യോഗം കാണുന്നുണ്ട്. നിങ്ങൾ വാക്ക് തർക്കങ്ങളിൽ നിന്നൊക്കെ യുക്തിപൂർവം പിന്മാറുന്ന ഒരു അവസ്ഥയുള്ള സമയമാണ്. സംഭവ ബഹുലമായ വിഷയങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മകയിരം നക്ഷത്രക്കാരുടെ സന്താന ഭാഗ്യമില്ലാത്തവർക്കൊക്കെ അതിനുള്ള ചില സാധ്യതകളൊക്കെ ഉള്ള സമയമാണ്. ഇവർക്ക് ഉദര രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ദഹനക്കേടോ അല്ലെങ്കിൽ
നിങ്ങളുടെ വയറിളക്കം, ഛർദി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജലജന്യ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കഴിക്കുക, പുറത്തുനിന്നുള്ള വെള്ളം കുടിക്കാതിരിക്കുക, കഴിയാവുന്നതും വീട്ടിൽ നിന്നുള്ള വെള്ളം തിളപ്പിച്ചാറ്റി ജോലി സ്ഥലത്തൊക്കെ കൊണ്ടുപോയി സേവിക്കുകയൊക്കെ ഇരിക്കും നല്ലത്. അതല്ലാതെയുള്ളതൊക്കെ നിങ്ങൾക്ക് നാശമായി ഭവിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ ചെറിയ ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും, ചില മറവി പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും പൊതുവെ കുഴപ്പമില്ലാത്ത സമയമാണ്. അതിന് ചില പരിഹാര കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ടും വലിയ ദോഷമില്ലാതെ പോകാൻ പറ്റുന്ന സമയമാണ് മകയിരം നക്ഷത്രക്കാർക്ക്. എങ്കിലും നിങ്ങൾ ചെറിയ ചെറിയ ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ വഴിപാടൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഇപ്പോഴുള്ള മോശം ദോഷഫലങ്ങളൊക്കെ ഒന്ന് മാറി ചെറിയൊരു സുഖഫലത്തിൻ്റെ ഒരു കാഠിന്യം, ദോഷഫലത്തിൻ്റെ കാഠിന്യം കുറച്ച് സുഖത്തിലേക്ക്, സന്തോഷത്തിലേക്കൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും വെള്ളിയാഴ്ചകളിൽ, സാധാരണ മകയിര നക്ഷത്രക്കാർ വെള്ളിയാഴ്ചകളിലെ വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കുന്നത് ഗുണകരമായിരിക്കും. വിഘ്നേശ്വര പ്രീതി അത്യാവശ്യമാണ്. അവിടെ വേണ്ട വഴിപാടൊക്കെ ചെയ്യുക. കഴിയാവുന്ന പുരുഷ സൂക്തമന്ത്രാർച്ചന അല്ലെങ്കിൽ ഭാഗ്യ സൂക്തമന്ത്രാർച്ചനയൊക്കെ ചെയ്യുന്നത് മകയിര നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. മാനസിക വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന മകയിര നക്ഷത്രക്കാർ നിങ്ങൾ ശിവക്ഷേത്രം, ശനി തിങ്കൾ ദിവസങ്ങളിലൊക്കെ ശിവക്ഷേത്രം ദർശിച്ചിട്ട് മനഃശാന്തിക്കായിട്ട് വില്ലോപത്ര മന്ത്രാർച്ചന നടത്തുക, ധാര നടത്തുക ഒക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. പിന്നെ കൂടെ നിൽക്കുന്നവരുടെ ശല്യം സഹിക്കാൻ, ശത്രു സ്ഥാനിയായിട്ട് നിൽക്കുന്നവർ നിങ്ങളെ നിരന്തരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട്, മനോവിഷമം ഉണ്ടാക്കുന്നുണ്ട്, ശത്രുദോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ പോയിട്ട് അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിൽ പോയിട്ട് ശത്രുസംഹാര പുഷ്പാഞ്ജലിയോ രക്തപുഷ്പാഞ്ജലിയോ ഒക്കെ കഴിക്കുക, ഗുരുതി വഴിപാട് നടത്തുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണകരമായിട്ട് മാറുന്നതാണ്. എന്തു തന്നെയായാലും നല്ലൊരു സമയമായി മാറട്ടെ നിങ്ങളുടെ ഈ ജീവിതം, അതിനുള്ളൊരു ടേണിംഗ് പോയിൻ്റായി മാറട്ടെ ഈ മാസങ്ങൾ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.